പ്രശ്നം വരുമ്പോൾ പ്രശ്നം വയ്ക്കാൻ പോകുന്നത് മലയാളികളുടെ സർഗ സവിശേഷതയാണ്. ഒരു ദിവസം ഏകദേശം ഒരു 60 പേര് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ അവർക്ക് പറയാനുള്ളത് ഏകദേശം ഒരേ പ്രശ്നങ്ങളൊക്കെയാണ്. അതിൽ പലരും പല ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയവരാണ്, ചിലർ ചത്തൻ സേവ ഉള്ളടുത്ത് പോയവരാണ്, പോയി നല്ല പണി മേടിച്ചുകൊണ്ട് വരുന്നവരാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പൊതുവേ മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളൂടെ ചേർത്താണ് ഞാൻ ഇന്നത്തെ കാര്യം പറയുന്നത്, ഇന്നത്തെ അധ്യായം പറയുന്നത്. നമ്മൾ എല്ലാ ജ്യോതിഷന്മാരും മോശക്കാരല്ല, അത് ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ജ്യോതിഷനല്ലേ, അയ്യോ ഇനി അത് പറഞ്ഞുകൊണ്ട് വരല്ലേ. എല്ലാ ജ്യോതിഷക്കാരും മോശക്കാരല്ല, പക്ഷേ ഒരു 80% മോശമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ പ്രശ്നം കണ്ടുപിടിക്കാതെ കഴിഞ്ഞ ജന്മത്തിൽ താൻ എന്തോ വലിയ പാപം ചെയ്തിരുന്നു. അവർക്കൊരു യൂഷ്വൽ സോങ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടെത്തണം. ഇത് എന്തുകൊണ്ട് ഞാനിത് പറയുന്നു, ഇനി പോകുന്നവരെങ്കിലും ഇത് നോട്ട് ചെയ്യുക. കാരണം ഔട്ട്ഡേറ്റഡ് ആണ് ഈ സംഭവം. ഒന്ന്, നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു, അല്ലെങ്കിൽ വലിയ കൊടും പാതകം ചെയ്തു, അതും അല്ലെങ്കിൽ കുടുംബം നശിപ്പിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള യൂഷ്വൽ സോങ്. ഇതിന് പരിഹാരം ചെയ്യണം. പരിഹാരം ദൂരെയുള്ള അമ്പലം പോവരുത് ഒരു കാരണവശാലും, അവിടെയാണ് പറഞ്ഞു വിടുന്നത്. അടുത്ത കഴിഞ്ഞില്ല, വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വേറൊരു സാധനമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ താങ്കൾ എൻ്റെ ഭാര്യയായിരുന്നു, എല്ലാ പ്രശ്നങ്ങളും മാറി ഈ ജന്മം താൻ എൻ്റെ കൊടുത്ത് കിടന്നാൽ മതി, ഇങ്ങനെ പറയുന്നവരുണ്ട്. പിന്നെ ചരട് കിട്ടുന്ന ജ്യോത്സ്യന്മാരും ഉണ്ട് കേട്ടോ, സ്പോട്ടിൽ. ബട്ട് സ്ത്രീകളേ ഉള്ളൂ, പുരുഷന്മാരെ ഇതൊന്നും കിട്ടത്തില്ല. അപ്പോൾ എല്ലാത്തിനെയും കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്. അല്ലേ, എന്നാലും പിടി വീഴും, അത് വേറെ അല്ലേ. കാരണം എന്തായാലും അവിടെ ഒരു ദൈവത്തിൻ്റെ ചിത്രം വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എന്തോ അവിടെ പവറുണ്ടോ പവർ ഇല്ലയോ എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ, എന്തായാലും ഇങ്ങനെ ഒരു ചിത്രം അവിടെ കാണുമല്ലോ. അപ്പോൾ അവിടുത്തെ ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചാൽ മതിയാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ജ്യോതിഷത്തെ ഇങ്ങനെ പറയുന്നത്? ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്, അതിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ ശാസ്ത്രം ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിക്കണം. MBBS കഴിഞ്ഞ എല്ലാവരും നല്ല ഡോക്ടേഴ്സ് അല്ല എന്നുകൂടി പറയപ്പെടുന്നു. ഇനി ഇവരുടെ ഇടയ്ക്ക് ഒരു ആളുകളുമുണ്ട്, വേറെ തരത്തിലുള്ള ആളുകളുണ്ട്. അതായത് ചെന്നായ്ക്കൾക്കിടയിൽ പുലിത്തൊല്ലിട്ട ചെന്നായി ചില സമയത്ത് കൂവും, അപ്പോൾ വെളി വരും സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ നടന്നു വരുന്നത്. പക്ഷേ ഇതൊന്നും പോരാത്തതിന് മാന്ത്രികം എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. മാന്ത്രികം അറിയാമല്ലോ എന്താണെന്ന്, നമ്മുടെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. മാന്ത്രികം മുക്കിനുണ്ട്. പക്ഷേ കൗളമാന്ത്രികം, കൗളാചാരവും കൗളമാന്ത്രികം രണ്ടാണ്. കൗളമാന്ത്രികം വളരെ കുറവാണ്, വളരെ വളരെ വിരളിൽ എണ്ണിനെടുക്കാം. അതിലും കുറവാണ് കുറുരക്തമാന്ത്രികം എന്ന് പറയാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം 90 ദിവസത്തെ ഒരു നിഷ്ഠയാണത്. 90 ദിവസം കൊണ്ടാണ് പഠിച്ചെടുക്കുന്നത്. പഠിച്ചെടുക്കാൻ കഴിയുന്നതല്ല, നമ്മുടെ യജ്ഞത്തിലൂടെയാണത് ചെയ്യുന്നത്. അത് ചെയ്ത് ഫലപ്രാപ്തിയിലെത്തി എന്ന് മനസ്സിലാകുന്നത് 90-ാം ദിവസം. 86-ാമത്തെ ദിവസം കരിങ്കോഴിയെ ജീവനോടെ കുഴിച്ചിട്ടതിന് ശേഷം 90-ാമത്തെ ദിവസം പുറത്തെടുക്കുക, ജീവനോടെ തന്നെ പുറത്തെടുക്കുക. ജീവൻ ഇല്ലെങ്കിൽ ഇത് പഠിക്കാനുള്ള യോഗ്യതയില്ല എന്നർത്ഥം. ജീവനോടെ പുറത്ത് വരികയാണെങ്കിൽ അതിനെ കൊന്നുകളയുക എന്നുള്ളതാണ്. എങ്ങനെ കൊല്ലുന്നതെന്നറിയോ? അതിൻ്റെ കഴുത്തിലെ രോമങ്ങൾ തൂവലുകൾ മാറ്റിയിട്ട് അതിൻ്റെ രക്തം കുടിച്ചുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അതാണ് ഗുരുരക്തമാന്ത്രികം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരാം. ആഭിചാരത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ആഭിചാരം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, ലളിതമായിട്ട് എങ്ങനെ ഒഴിവാക്കാം. അതിനുമുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലരുടെ ഗ്രഹനില നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, മുൻജന്മത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല, കർമ്മഫലമൊന്നും ഇല്ല. അത് ഏതൊരു ജ്യോത്സ്യന് മനസ്സിലാവുന്ന കാര്യമാണ്, കർമ്മഫലത്തെക്കുറിച്ച്. അതുപോലെ ഈ ജന്മത്തിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാവും. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം ഇങ്ങനെ ഉണ്ടാകുന്നത്, തുടർച്ചയായി ഉണ്ടാകുന്നത്? ഒരു കാര്യം അത് റിലേഷനകത്തൂടെ ഉണ്ടാകും. കർമ്മം തന്നെയാണത്. റിലേഷൻ എന്ന് പറയുമ്പോൾ സെക്ഷുവൽ റിലേഷൻ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതല്ല. ലൈംഗിക ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതല്ല. പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, രണ്ട് കാര്യങ്ങൾ.
ഈ രണ്ട് കാര്യങ്ങളും നല്ലതല്ല എന്ന് ചില മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ മതത്തിലും പറയുന്നുണ്ട്, പക്ഷെ അത്ര ആധികാരികമായിട്ട് അങ്ങോട്ട് പറയുന്നില്ല. നമ്മൾ പലപ്പോഴും ശിവന്റെ ഇതെടുത്ത് പുള്ളിക്കാരനെ ചൂണ്ടിക്കാണിക്കും, കൃഷ്ണനെ ചൂണ്ടിക്കാണിക്കും, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി നമുക്കുണ്ട്. എന്നിട്ട് നമ്മളെ ന്യായീകരിക്കും. അപ്പോൾ പലരുടെയും നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. എണ്ണം സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേൾക്കുന്നവർക്കൊക്കെ ഇതറിയാം. അപ്പോൾ മാന്ത്രികത്തിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് കുറുരക്ത മാന്ത്രികത്തിൽ എത്ര പേരോടൊപ്പം കിടന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അത് അറിഞ്ഞവരും, എൻ്റെ വായിൽ നിന്ന് അറിഞ്ഞവരും ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് മാന്ത്രികം ചെയ്യാൻ വരുമ്പോൾ കള്ളം പറയരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ജീവിതത്തെ ബാധിക്കുമോ, പ്രോസ്പെരിറ്റിയെ ബാധിക്കുമോ, തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിക്കും. തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാവും. എങ്ങനെയാണ്? അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ മൃഗങ്ങളോ, അവർക്കൊരു പ്രശ്നവും വരുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഒരു അസുഖം ഇതിനകത്തൂടെ പകരുന്ന ഒരു രോഗമുണ്ട്, STD എന്ന് പറയും, സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്നൊരു സംഭവം. മറ്റേലോട്ട് ഞാൻ പോകുന്നില്ല, അങ്ങ് വരെ പോകുന്നില്ല, ചെറിയ അസുഖത്തിലേക്ക് വരിക. അപ്പോൾ അത് എന്താ മൃഗത്തിന് വരാത്ത, അവർക്ക് എന്താ വിഷയമില്ലാത്ത? മനുഷ്യന് മാത്രം ഇത് ദൈവം തന്നിട്ടുണ്ട്, പോവരുത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. പക്ഷെ ശാസ്ത്രം വളർന്നു, പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാ? ചിലർ ചോദിക്കുമ്പോൾ സാറേ വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ അല്ല, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. വലുതായിട്ടായാലും ചെറുതായിട്ടായാലും എന്താണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വെറ്റും സലൈവയും തമ്മിൽ ചേരുമ്പോൾ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന നിങ്ങൾ അറിയാത്തൊരു കാര്യം കൂടിയുണ്ട്, കർമ്മഫലം. അതുകൂടി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. പുരുഷനിലെ സ്ത്രീയിലേക്കും സ്ത്രീയിലെ പുരുഷനിലേക്കും. അവൾ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഇവൻ കൊണ്ടാ പോകുന്നത്. കാശ് കൊടുത്താന്നേ കാശ് കൊടുത്ത് ചിലർ മേടിച്ചുണ്ടോ, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ. ഇനി ലവൻ എത്രത്തോളം നല്ല മനുഷ്യനാണോ അത് അത്രയും ആർക്ക് കിട്ടും? ലേഡിക്കും കിട്ടും. ഞാനീ പറയുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാനൊരു കഥ പറയാം. അതിൻ്റെ പേര് കരുണ എന്നാണ്. അതിനകത്ത് വാസവദത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്, അവർ വേശ്യാസ്ത്രീയാണ്. ഉപഗുപ്തൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ബുദ്ധമത ഭിക്ഷുകിയാണ്. അവസാനം ഈ വാസവദത്ത മരിക്കുമ്പോൾ, ചിതയിൽ വയ്ക്കുമ്പോൾ അവളുടെ തുണി കാറ്റടിച്ച് മാറുന്നു. അപ്പോൾ ആ ശവശരീരത്തിന് ബഹുമാനം കൽപ്പിക്കുന്ന വ്യക്തിയാണ് ഉപഗുപ്തൻ. ആ അവസാനത്തെ കർമ്മം ചെയ്യുന്ന ഉപഗുപ്തനാണ്, ബുദ്ധമത ഭിക്ഷുകിയാണ്. ആ ഉപഗുപ്തനോട് അവൾക്ക് പ്രണയമായിരുന്നു. കഥ അറിയാവുന്നവർക്ക് ഉണ്ടോയെന്നറിയില്ല, എങ്കിലും വായിച്ചവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഇതിനെപ്പറ്റി പറയപ്പെടുന്നുണ്ട്, ഈ കർമ്മത്തെപ്പറ്റി. അന്ന് ആ ഉപഗുപ്തൻ അത് ചെയ്തപ്പോൾ ആ നാട് മുഴുവൻ അദ്ദേഹത്തിനെ എതിർത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവൾ നന്മയുള്ളവളാണ്, കാരണം ഇവളുടെ കർമ്മഫലം ഏറ്റുവാങ്ങിയവരാണ് എനിക്ക് ചുറ്റും നിൽക്കുന്നത്. അന്ന് എല്ലാവരും വിളിച്ചു ദേവിയെ എന്ന്. മനസ്സിലായോ? ഇതേ സംഭവം തന്നെയാണ് ക്രിസ്തു മതത്തിലേക്ക് ചെല്ലുമ്പോൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ക്രിസ്തു പറഞ്ഞത്. എല്ലാം റിലേറ്റഡ് ആണ്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഒരാളുടെ കർമ്മഫലം കൊണ്ടുപോകുന്നെങ്കിൽ മറ്റേ ആൾ വിജയിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം, പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് കൂടി ഇതിനാൽ ബോധ്യപ്പെടുത്തുന്നു. ശേഷം കാര്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും പറയുന്നൊരു കാര്യമാണ് പ്രേതബാധ. എന്താണ്? മരണപ്പെട്ട ആരുടെയോ ഉപദ്രവം, ശല്യം സ്ഥിരമായിട്ടുണ്ട്. ശല്യമൊക്കെ ഉണ്ടോ? പ്രേതമുണ്ടോ? അപ്പോൾ പറയും ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ നെഗറ്റീവ് എനർജി വിശ്വസിക്കണം. നെഗറ്റീവ് എനർജി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് ഇന്ന ആളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പ്രേതം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ പലരും പറയാറുണ്ട് ഉപദ്രവമാണോ എന്ന് പറയും. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം എന്നറിയോ? നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, കാണാൻ കണ്ണുകൾ, ഗന്ധം മൂക്ക്, രുചി മുകുളങ്ങൾ നാവ്, കേൾക്കാൻ ചെവിയുണ്ട്, സ്പർശനം നമ്മുടെ ത്വക്കുകളുണ്ട്. ഇത് പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈ സാധനം അവർക്കുണ്ടോ? ഇതെല്ലാം പോട്ടെ, ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യണം, എന്തോ വേണം?
ഈ ഒരു സാധനം വേണം അല്ലേ? തല, ബ്രെയിൻ, ലിറ്റിൽ ബ്രെയിൻ. എന്താ സാധനം? സെറിബ്രം. ബുദ്ധിയും ചിന്തയും ഭാവനയൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. ഈ ഒരു സാധനം അവർക്കില്ല. പിന്നെയോ സെറിബെല്ലം. എന്താ, നമ്മളെ നേരെ നിർത്തണ്ടേ? ആ ഒരു സാധനം വേണം. അതും ഇല്ല. ഇതില്ലാതെ തലാമസ്, ഹൈപ്പോ തലാമസ്, മെഡുല ഒബ്ലോങ്കേറ്റ, നമ്മുടെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ, ഈ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, ഹൃദയം ഇടിക്കുന്നത്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആള് സ്പോട്ട് ഔട്ടാവുന്നത്. അപ്പോൾ ഇതൊന്നും അതിനില്ല. പിന്നെ എങ്ങനെ ടാർഗറ്റ് ചെയ്ത് വരുന്നു? ഒരു വ്യക്തിനെ മാത്രം കയറുന്നു, ശരീരത്ത് കയറുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ നമ്മളുണ്ട്. എന്താ പറയുന്നത്, സയൻസ് വിത്തൗട്ട് സ്പിരിച്വാലിറ്റി, സ്പിരിച്വാലിറ്റി വിത്തൗട്ട് സയൻസ് അന്ധമാണ്, മുടന്തമാണ്. ഞാൻ പറഞ്ഞതല്ല, ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. രണ്ട് കാര്യങ്ങളും വേണം, പക്ഷെ അന്ധമാകരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം. അപ്പോൾ പ്രേതം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട് അല്ലേ? അതൊരു പ്രദേശത്തുണ്ടാവും. അതിനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കും. അവിടെ എന്ത് നടത്തിയാൽ മതി? വെച്ചാരാധന നടത്തിയാൽ മതി. അയ്യോ, വെച്ചാരാധന എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടി വരും. സാറേ, വെച്ചാരാധന ഇച്ചിരി പ്രശ്നമുള്ള കാര്യമല്ലേ? വെച്ചാരാധന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒരു പീഠം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു പട്ട് വിരിച്ചിട്ട് നിലവിളക്ക് എടുത്തിട്ട് കത്തിച്ചിട്ട് നിങ്ങൾ അവിടെ പൂജ നടത്തിയെന്ന് വെച്ചോ. നിങ്ങൾ പൂജയും നടത്തണ്ട, നിങ്ങളൊരു മഹാത്മ്യം വായിച്ചാൽ മതി അവിടെ ഇരുന്ന്. അതിൻ്റെ പേര് വെച്ചാരാധന എന്നാ. പണ്ടത്തെ അപ്പൂപ്പന്മാരും കാരണവന്മാരും മച്ചകത്തമ്മയെ പ്രാർത്ഥിച്ചു. മച്ചകത്തമ്മ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓടിട്ട വീടിൻ്റെ തൊട്ടടിയിൽ പലക നിരത്തിയിട്ട് അതിൻ്റെ മേളിൽ പീഠം വെച്ചിട്ട്, വീടിൻ്റെ മേളിൽ തട്ടുംപുറം എന്ന് പറയത്തില്ലേ, പീഠം വെച്ചിട്ട് അതിൻ്റെ മേളിൽ വിളക്കം വെച്ചിട്ട് ഒരു ദേവിയെ സങ്കല്പിച്ച് ആരാധിക്കും. എന്നിട്ട് നേദ്യവും കൊടുക്കും, അവർ നാമവും ചൊല്ലും, എന്നിട്ട് ഇറങ്ങി വരും. ഈ പരിപാടി. പക്ഷെ ആ കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവരുടെ മക്കളും എന്നൊക്കെ പറയുന്നത് UK, അതുപോലെ US ഒക്കെയാണ്. അവിടെ സെറ്റിൽഡ് ആണോ, ബെറ്റർ ഫാമിലീസ് ആണ്. എന്നാൽ അവരത് വിറ്റ് കഴിഞ്ഞാൽ പുതിയ മേടിക്കുന്ന ടീമുകൾ വന്ന് ഇതെന്ത് ചെയ്യും? ഇടിച്ചു പൊളിച്ച് മൊത്തം കളയും. അതിനുശേഷം അവിടെ താമസിക്കുന്നതിന് പണി തുടങ്ങും. അത് എങ്ങനെയുള്ള ദേവതയാണെന്ന് ആ വെച്ച് ആരാധിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, നല്ലതാണോ മോശമാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ വെച്ചാരാധനാ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാന്ത്രികത്തിലേക്ക് വരാം, ആഭിചാരത്തിലേക്ക് വരാം. എന്താണ് പകരം ചെയ്യാനുള്ളത്? മാന്ത്രികം രണ്ട് തരത്തിലുണ്ട്. സത്മാന്ത്രികമുണ്ട്, ദുർമാന്ത്രികമുണ്ട്. സത്മാന്ത്രികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർമാന്ത്രികത്തെ അഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദുർമാന്ത്രികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്മാന്ത്രികത്തിൽ നല്ല ദേവതകളാണുള്ളത് നമുക്ക് തരുന്നത്. അത് കൃഷ്ണനാവാം, മഹാദേവനാവാം, മഹാവിഷ്ണുവാം, അതിനെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഒപ്പം ഒരാൾ കൂടിയുണ്ട് ശരിക്കും സത്മാന്ത്രികത്തിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. കാരണം കൂടുതലായിട്ട് കൃഷ്ണനെയോ മഹാദേവനെയോ മഹാവിഷ്ണുവിനെയോ ഒന്നും ഇതിലേക്ക് കൊണ്ടുവരത്തില്ല മാന്ത്രിക കർമ്മത്തിൽ. എന്നാൽ കൊണ്ടുവരാം, കാരണം അവർ സത്കർമ്മങ്ങളുടെ ആളുകളാണ് അല്ലേ? നല്ലതിൻ്റെ കൂടെ മാത്രം നിൽക്കും എന്നുള്ളതാണ്. എന്നാൽ മോശം പ്രവണതകളുടെ കൂടൊപ്പം നിൽക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. പേയ്, മൂർത്തി, മറുത, ചാത്തൻ, കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടി, അറുവല, പിന്നെന്താണ്, കാളിയുടെ തന്നെ ചില പേരുകളുണ്ട്, കൊടുങ്കാളി, മറ്റേ കളി, മറിച്ചേക്കളി, അങ്ങനെ കുറേ ടീമുകളുണ്ട്. ഇവരെ വെച്ചിട്ടുള്ള ആരാധനയുണ്ട്. അപ്പോൾ ഇവരിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾ പോകത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇമാതിരി ടീംസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമായിട്ട് നിങ്ങൾ വരത്തുള്ളൂ. അതിനകത്ത് വേറെ സംശയമില്ല. നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അങ്ങനെ പലരും. അപ്പോൾ ഇതിൽ ദുർമാന്ത്രികത്തിൽ പ്രധാനപ്പെട്ട 5 തരമുണ്ട്. ഒന്നാമത്തതാണ് വശ്യം. നമ്മൾ വിചാരിക്കും വശ്യം നല്ലതാണ്, അത് ദുർമാന്ത്രികത്തിൽ പെടുന്നതാണ്. 2 സ്തംഭനം. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും മോശപ്പെട്ട, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ് സ്തംഭനം. ഒരു വ്യക്തിനെ പാരലൈസ്ഡ് ആയിട്ട് മാറ്റാൻ പറ്റും. 3 മാരണം. 4 മോഹനം. 5-മത്തതാണ് വിദ്വേഷണം. ഈ 5 എണ്ണമാണ് പ്രധാനമായിട്ടും ദുർമാന്ത്രികത്തിൽ പറയപ്പെടുന്നത്. ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ 5-മത്തെ വിദ്വേഷണം വരുമ്പോഴാണ് ഈ ഭാര്യ ഭർത്താവിനെ തമ്മിൽ അകൽച്ച ചെയ്യുന്ന സാധനം ഉള്ളത്. വശ്യം, അതായത് ഒരാളെ കീഴ്പ്പെടുത്തുന്നു, നമുക്ക് അയാളെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാം, നമ്മുടെ അണ്ടർ കൺട്രോളിലാവും. അതാണൊന്ന്. മോഹനം എന്ന് പറയുന്നത് ചില സ്ത്രീകളെ വശീകരിക്കുന്നുള്ള പരിപാടി. ഭയങ്കര പ്രശ്നമാണത് മോഹനം. പേര് കേൾക്കുമ്പോൾ വിചാരിക്കും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോൾ
അതുപോലെ വശ്യത്തിൽ തന്നെയാണ് ഈ അശ്വാരൂഢ ഹോമം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതുപോലെ മാതങ്കി ഹോമം എന്ന് പറയുന്ന സംഭവമുണ്ട്. അതൊക്കെ അതിനകത്ത് ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ ഇതൊക്കെ അഴിക്കാനാണ് സത്മന്ത്രവാദം ഉള്ളത്. നെഗറ്റീവിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നിനെ അഴിക്കാൻ മറ്റൊന്ന് കാണുമല്ലോ. അതാണ് സത്മാന്ത്രികം എന്ന് പറയുന്നത്. ഇത് നമ്മൾ അഴിക്കുന്ന സമയത്ത് ഇതാരാണോ ചെയ്ത് ആ വ്യക്തിക്ക് അറിയാൻ പറ്റും. അങ്ങനെയുണ്ട്. ചെയ്യിപ്പിച്ചവർക്കറിയില്ല, അവർക്ക് പണി കിട്ടും, അത് വേറെ, ടോട്ടലി അങ്ങ് കിട്ടിക്കൊള്ളാം, നമ്മളൊന്നും അറിയണ്ട. പക്ഷെ ചെയ്യിച്ചാക്കി ഇത് അറിയാൻ പറ്റും. അയാളെ ഇത് ബാധിക്കുമോ? തീർച്ചയായിട്ടും അയാളെയും ബാധിക്കും. ദുർമാന്ത്രികമാണ് ചെയ്തതെങ്കിൽ പുള്ളിയെ ബാധിക്കും. പുള്ളി എന്ത് ചെയ്യും? തിരിച്ചടുത്ത പണി ചെയ്യും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുമ്പിരി കൊള്ളും. ഇതിൻ്റെ ഭവിഷ്യത്ത്, ഇതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കുന്ന ആരാന്നറിയും? ഇതാരാണോ ചെയ്യിപ്പിച്ചാൽ അവന് ഉറങ്ങാൻ പറ്റില്ല. ഇതാണ് നമ്മൾ പൊതുവെയുള്ളവർ പറയുന്നത്, ഇത് തിരിച്ചു വരുമെന്ന്. സത്യത്തിൽ ഇവർ തമ്മിലാണ് ഇവിടെ ക്ലാഷ് കിടക്കുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാര്യം വേറൊന്നുമല്ല. ഒരു നല്ല മനുഷ്യനെ വിളിച്ചായിരുന്നു. പുള്ളി ഇത് ചെയ്യുന്ന കക്ഷിയാണ്, ഇവിടെ നിന്നുമല്ല, അങ്ങ് തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടണം, ഭയപ്പെടുത്തും. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. ഞാൻ എൻ്റെ പേര് പറഞ്ഞു, നാള് പറഞ്ഞു, ജനന സമയം പറഞ്ഞു. ഇതാണ് കൂടുതൽ നിങ്ങൾ അന്വേഷിച്ച് വരേണ്ട, ഇത്രയാണ്. മീനത്തിൽ ഉത്തരട്ടാതെയാണ്, സമയം 7:58, മീനൻ രാശി, എല്ലാം പറഞ്ഞു കൊടുത്തു. ചിലർ പറയത്തില്ല, പേടിച്ചിട്ട് നമ്മുടെ പേര് നാളെന്ന് പറയില്ല. ഇത്രയാണ്. എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാം. ആ ശരി, ധൈര്യം ഉണ്ടെങ്കിൽ കാലി കിടക്കുന്ന സാധനം അഴിച്ചു വെക്കാൻ പറഞ്ഞു. അതെന്താ? നിങ്ങളുടെ ദേവതയ്ക്ക് അത് പേടിയാണോ? അല്ല, അഴിച്ചു പോയി. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങനെ ഇടാറില്ല. അത് ശനിയാഴ്ച ദിവസം മാത്രം രാത്രിയിലേ ഞാനത് ഉപയോഗിക്കാറുള്ളൂ. അത് അഴിച്ചു വെച്ചിട്ട് പകൽ സമയത്ത് ഞാനത് ഇടാറില്ല. കുഴപ്പമില്ല, താങ്കൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. സത്യം ജയിച്ച ചരിത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഏറ്റുകഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് ഏറ്റുകഴിഞ്ഞാൽ, ഇതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പരിഹാരം, വീട്ടിൽ ചെയ്യേണ്ട ഒരു പരിഹാരം, മന്ത്രം ഞാൻ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ ആരൊക്കെ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ അത് എഴുതി കാണിച്ചാൽ പോരെ, നിങ്ങൾ എന്തിനാ പറയുന്നത്, ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും ഞാനത് എഴുതി കാണിക്കാം കേട്ടോ. ദേവിയുടെ പേര് പ്രത്യങ്കിര എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പൊതുവെ, പ്രത്യങ്കര. ഇതിനെ അഴിക്കുന്ന സംഭവമാണ്. ആരാ പ്രത്യങ്കര എന്നും കൂടെ പറഞ്ഞുതരാം. ദുർദേവത അല്ല കേട്ടോ. അഥർവവേദത്തിലെ കാളിയാണ്, ഭദ്രകാളിയാണ്. അഥർവ ഭദ്രകാളിയാണ് പ്രത്യങ്കിര. വേറൊരു പേരൂടെ ഉണ്ട്, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ശരഭേശ്വരി എന്നാണ് പേര് കേട്ടോ, ശരഭേശ്വരി. അപ്പോൾ ഈ ഒരു ദേവി എന്താ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നരസിംഹത്തിൻ്റെ പോലുള്ള തലയാണ്. അത് കുറച്ചുകൂടെ ഭീവത്സമാണ് തല. ദേവിയുടെ ഉടലാണ്. അതാണ് ശരിക്കും പ്രത്യങ്കിര ദേവി എന്ന് പറയുന്നത്. വൻ പവർഫുള്ളാണ്. കേരളത്തിൽ ക്ഷേത്രമുണ്ടോയെന്ന് അറിയില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം ചെന്നൈയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദേവിയുടെ പൂജ, ഹോമമുണ്ട്. ശരഭേശ്വരി ഹോമം എന്നാണ് പറയുന്നത്. ഇത് ചെയ്താൽ മതി. 1. 2, ഈ ആഭിചാരം ഇല്ലാണ്ടാവും. ഇനി എത്ര മൂർത്തികളെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിലും ഇറങ്ങിപ്പോക്കോളൂ. ഈ പറയുന്ന ജാത്തനും മറ്റേതും മറിച്ചതെന്നൊക്കെ പറയാൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ശിവകുടുംബത്തിലുള്ള ആളാണെന്നാണ് പറയുന്നത്. നല്ലതായിരുന്നെങ്കിൽ അവിടെ സ്ഥാനം കിട്ടിയേനെ. മോശമായതുകൊണ്ട് ഇറക്കി വിട്ടെ. അതുകൂടെ മനസ്സിലായത്. അപ്പോൾ ഇമാതിരി ടീമുകളുടെ അടുത്ത് പോകുന്നവർ അനുഭവിച്ച ചരിത്രമേ ഉള്ളൂ. പിന്നെ ദൈവത്തിന് പോലും പരസ്യമാണോ? അമ്പലങ്ങൾക്ക് പരസ്യമാണ്. അത് കാണുമ്പോൾ പോലും മനുഷ്യന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇത്രയ്ക്ക് അധപ്പതനമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു മന്ത്രം, അത് നിങ്ങൾ കൃത്യമായിട്ട് ചൊല്ലിയാൽ മതി. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ട്, അല്ലെ ഒരാൾ നമ്മൾക്ക് ഇങ്ങനെ എന്താണ് നമ്മുടെ വളർച്ചയിൽ, അല്ലെ പെട്ടെന്ന് നല്ല രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വീഴുന്നു, പാരലൈസ്ഡ് ആവുന്നു, വീട്ടിൽ നല്ല പണ്ട് മുതൽ ചുട്ടയ ശീലം ചുട്ടല വരെ അത് മാറത്തൊന്നുമില്ല. അപ്പോൾ അതിനു വേണ്ടി ഒരു മന്ത്രം നിങ്ങൾ വീട്ടിൽ, പ്രത്യങ്കര മന്ത്രമാണ് അത്. നിങ്ങൾ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ രാത്രിയിലാണ്, അതിൻ്റെ പ്രധാനം രാത്രിയിലാണ്. രാത്രിയിൽ നിങ്ങളത് ചൊല്ലുക എന്നുള്ളതാണ്. അതോടുകൂടി നമ്മുടെ പ്രശ്നം 41 ദിവസമൊക്കെയാണ് പറയുന്നത്. 41 അല്ല 21 ദിവസമൊക്കെയാണ്. അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അതിന് പ്രത്യേകിച്ച് അങ്ങനെ നിഷ്ഠകളും കാര്യങ്ങളൊന്നുമില്ല, ചൊല്ലിയാൽ മതി. പിന്നെ എന്തെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ പോവുക. കാരണം വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. നിങ്ങൾക്കത് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ. അതിനെപ്പറ്റി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെ കുറേ അങ്ങ് ഒഴിവാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ മന്ത്രം ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കും. ആ മന്ത്രം പഠിച്ച് ചൊല്ലുക കേട്ടോ, പവർഫുള്ളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, വഞ്ചിക്കപ്പെടാതിരിക്കുക ഇതിനകത്ത്.
കാരണം മനുഷ്യനെ പറ്റിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ജ്യോതിഷം. എന്ന് വെച്ചാൽ ഒന്നിനെ തള്ളിപ്പറഞ്ഞ് മാന്ത്രികം വലുതാണെന്ന് ഞാൻ പറയുകയല്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്, ചെയ്യേണ്ട രീതികളുണ്ട്. പൂജയ്ക്ക് 35,000 മുതൽ തുടങ്ങി 2 ലക്ഷം വരെയും 2 ലക്ഷവും 5 ലക്ഷവും കൊടുക്കുന്നവരുണ്ട്. അപ്പം അതെങ്ങനെ പോയി വഞ്ചിക്കപ്പെടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഡിസ്പ്ലേയിൽ മന്ത്രം കാണിക്കാം.